എന്നൊരു സിസ്റ്റം ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. ഞാൻ ചോദിക്കാം, ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചോളാം, എനിക്ക് 100 പവന്റെ സ്വർണവും ഒരു വലിയ കാറും തന്നാൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞ് നിങ്ങളെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ ചെരുപ്പൂരി എന്നെ അടിക്കണോ? ഞാൻ അത് കൊടുക്കാൻ തയ്യാറാണ്. എനിക്ക് ഈ പയ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. വിവാഹം കഴിപ്പിച്ചിട്ട് ഡൈവോഴ്സ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞോട് യോജിക്കാൻ പറ്റില്ല. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഈ എനിക്ക് ഇന്നത് വേണം, ഞാൻ ഇന്ന കാര്യങ്ങൾ പ്രതീക്ഷിച്ചു. വിവാഹത്തിന് മുന്നേ ഒന്നും പറയുന്നില്ല. സ്ത്രീധനം വാങ്ങിച്ചാണോ കല്യാണം കഴിച്ചത്? ഒരു മഞ്ചാടി സ്വർണമോ ഒരു പൈസയോ ഞാൻ ഒരു സ്ത്രീധനം വാങ്ങിയിട്ടില്ല. സാറിന്റെ ലവ് മാരേജ് ആയിരുന്നു അറേഞ്ച് മാരേജ്? അറേഞ്ച് മാരേജ് ആയിരുന്നു. എന്നിട്ട് ഡിവോഴ്സ് ആയില്ലേ? എന്നിട്ട് മാമിന്റെ ലവ് മാരേജ് കുറ്റപ്പെടുത്തി. അവിടെയാണ് വിഷയം. അല്പം നേരത്തെ ഡോക്ടർ പറഞ്ഞു വിവാഹം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൂവാലിറ്റി ഉള്ളത് പുരുഷന്മാരിൽ നിന്നാണെന്ന്. ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് സൂയിസൈഡ് നടക്കുന്ന പുരുഷന്മാരിലാണെന്നാണ്. ഡിവോഴ്സ് ഉള്ളവർ മാത്രമേ സൂയിസൈഡ് ചെയ്യുന്നുള്ളൂ ഈ ലോകത്ത്. സാംസ്കാരിക വൈജ്ഞാനിക കേരളത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. എവിടെയാണ് ഏറ്റവും കൂടുതലായ 40% വരുന്ന ഡിവോഴ്സ് നടക്കുന്നത്? ഡിവോഴ്സ് നടക്കാൻ പല കാരണങ്ങളുണ്ട്. ഒരു കാരണമില്ല, ഒറ്റ കാരണമേ ഉള്ളൂ, അലിമണി എന്നുള്ള ഒരൊറ്റ അലിമണി. അതായത് ഡിവോഴ്സ് ആയി കഴിഞ്ഞാല് പുരുഷന്റെ സ്വത്തും പണവും തട്ടിയെടുക്കാൻ ഞാൻ വിവാഹമോചിതയാണ്, പക്ഷെങ്കിൽ അലിമണി അതിൽ ബന്ധപ്പെട്ടിട്ടില്ല. കൺഫേം ഉണ്ട്. എന്തനുഭവമുണ്ട്? ഞാൻ എന്റെ അനുഭവം പറയാണ്. നിങ്ങളുടെ അനുഭവം പറഞ്ഞു. ഞങ്ങൾ ഈ സമൂഹ മാധ്യമത്തിൽ ഞങ്ങൾ ഈ സംസ്ഥാനത്ത് നടക്കുന്ന അരാജകത്തെ കുറിച്ചിട്ട് ഞങ്ങൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളോട് ഞാൻ ഡിവോഴ്സ് ആയി എന്നല്ല പറഞ്ഞു. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വിവാഹ മോചനങ്ങൾ എന്തുകൊണ്ട്? അതാണ് നമ്മുടെ ചോദ്യം.